ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ മൊത്തം നിങ്ങൾക്ക് 4 ചോദ്യങ്ങളായിരുന്നു എഴുതാനുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇവിടെ 1, 2, 3, 4, 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഗ്രീൻ റെവല്യൂഷൻ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഹരിത വിപ്ലവം എന്താണ് എന്നൊന്ന് നോക്കാം. എന്താണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ദ ഗ്രേറ്റ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് സച്ച് ആസ് റൈസ് ആൻഡ് വീറ്റ്. റൈസ് ആൻഡ് വീറ്റിലാണിത് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത്. ഡ്യൂ ടു ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഹൈ ഈൽഡിങ് വെറൈറ്റീസ്, അതായത് നല്ല രീതിയിൽ വിളവ് തരുന്ന ഹൈ ഈൽഡ് വെറൈറ്റീസ് യൂസ് ചെയ്തിട്ട് എന്താണ് ടു ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. പെസ്റ്റിസൈഡ്സിൻ്റെ യൂസ് കൊണ്ട്, അതുപോലെ തന്നെ ടു ബെറ്റർ മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നിക്സ്, എല്ലാ രീതിയിലും നല്ല പോലെ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഇൻക്രീസ് ചെയ്യുക. അത് വളരെ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള അളവിൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ എയിം ചെയ്തത്. അപ്പോൾ ഗ്രീൻ റെവല്യൂഷന് അതിൻ്റേതായിട്ടുള്ള ചില ബെനഫിറ്റ്സുകളുണ്ട്. ഹൈ ഈൽഡ് വെറൈറ്റീസ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് വിച്ച് ഗേവ് മോർ പ്രൊഡക്ഷൻ. അതായത് നിലവിൽ നമുക്ക് പ്രൊഡക്ഷൻ തരുന്ന അളവിനേക്കാൾ കൂടുതലായിട്ട് നല്ല വിളവ് തരുന്ന രീതിയിൽ ഉള്ള വിത്തുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പ്രോഗ്രസ് ഇൻ ഫെർട്ടിലൈസർ മാനുഫാക്ചർ വാസ് ഒബ്സർവ്ഡ്. അതുപോലെ തന്നെ ബെറ്റർ ക്വാളിറ്റി പെസ്റ്റിസൈഡ്സ് ആൻഡ് ഇൻസെക്ടിസൈഡ്സ്, ഇൻക്രീസ്ഡ് അഗ്രിഗേറ്റ് ഓഫ് ലാൻഡ് ആൻഡ് ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഇൻഡക്ഷൻ ഓഫ് ന്യൂലി ട്രെയിൻഡ് ലേബറേഴ്സ്. ഇതൊക്കെയായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ്റെ ബെനഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഹരിത വിപ്ലവം ഒത്തിരി നല്ല കാര്യങ്ങൾ, അതായത് നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ്, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വിളകൾ, നല്ല രീതിയിലുള്ള വിത്തിനങ്ങൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ലൊരു രീതിയിലുള്ള ഒരു വിളവ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഹരിത വിപ്ലവത്തിൻ്റെ മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഗ്രീൻ റെവല്യൂഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ആ ഒരു 3 മാർക്കോളം തന്നെ കിട്ടുന്നതായിരിക്കും. പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് എഴുതിയാൽ. അല്ല, ഇനിയിപ്പോൾ നിങ്ങൾ സെൻറ്റൻസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ പോയിൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ എറേഴ്സ് ഒക്കർ വൈ കളക്ടിങ് ഡേറ്റ. ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള എറേഴ്സുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ദ മെയിൻ സോഴ്സ് ഓഫ് എറർ ഇൻ ദ കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്, ഒന്ന് ഡ്യൂ ടു ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ, പിന്നെ ഡ്യൂ ടു ഇൻഡയറക്റ്റ് ഓറൽ ഇൻ്റർവ്യൂ, ദെൻ ഇൻഫർമേഷൻ ഫ്രം കറസ്പോണ്ടൻസ് മേ ബി മിസ്ലീഡിങ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് കിട്ടുന്നതെങ്കിൽ, മെയിൽഡ് ക്വസ്റ്റ്യനർ മേ നോട്ട് ബി പ്രോപ്പർലി ആൻസേർഡ്, സ്കെഡ്യൂൾഡ് സെൻഡ് ത്രൂ എന്യൂമറേറ്റർ മേ ഗീവ് റോങ് ഇൻഫർമേഷൻ. ഇതെല്ലാം തന്നെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള എറേഴ്സാണ്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് പ്രോപ്പറായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇൻക്ലൂസീവ് ക്ലാസ് ആൻഡ് എക്സ്ക്ലൂസീവ് ക്ലാസ് വിത്ത് എക്സാമ്പിൾ. ഓക്കെ, ഇൻക്ലൂസീവ് ക്ലാസ്സും എക്സ്ക്ലൂസീവ് ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ക്ലാസ് എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇൻക്ലൂസീവ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ, അപ്പർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ഇൻ്റർവെൽ ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസ് ഇറ്റ് സെൽഫ്. അതായത് ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ്, ഇപ്പോൾ 0 to 5, അതിൽ 5 എന്ന് പറയുന്നതാണ് അതിൻ്റെ അപ്പർ ലിമിറ്റ്. അത് ആ 5 ആ ക്ലാസ്സിൽ തന്നെയാണ് ഇൻക്ലൂഡഡ് ആവുന്നത്. അത് പിന്നെ വേറൊരു ക്ലാസ്സിലോട്ട് പോകുന്നില്ല. എന്നാൽ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ 0 to 5 എന്ന് എഴുതിയാൽ അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് ആയിരിക്കും. ആ ഒരു രീതി വരുന്നുണ്ട് എവിടെ? എക്സ്ക്ലൂസീവിൽ. അതായത് അപ്പർ ലിമിറ്റ് എക്സ്ക്ലൂഡഡ് ആണ്, അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റിലായിരിക്കും ഉണ്ടാവുക. ദെൻ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഡിസ്ക്രീറ്റ് വേരിയബിൾ. ഡിസ്ക്രീറ്റ് വേരിയബിളിന് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആണ് ഇൻക്ലൂസീവ് മെത്തേഡ്. എക്സ്ക്ലൂസീവ് മെത്തേഡ് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കണ്ടിന്യൂസ് വേരിയബിളിനാണ്. ദെൻ ഇൻക്ലൂസീവ് മെത്തേഡിൽ നമുക്ക് ഒരു ഓവർലാപ്പിംഗ് നടക്കുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ 10, 19 എന്നുള്ള ക്ലാസ്,
ആ 19 ആ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അടുത്ത ക്ലാസ്സായ 2029 എന്ത് വരുന്നില്ല, 19 വരുന്നില്ല. അപ്പോൾ എന്താണ്, ഇൻ ദിസ് ക്ലാസ് ഇൻ്റർവെൽ ഡസ് നോട്ട് ഓവർലാപ്പ് ചെയ്യുന്നില്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്നാൽ എക്സ്ക്ലൂസീവിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 10-20 ആണ് ഒരു ക്ലാസ്സെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഈ 10-20 20 വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ 20-30 30 നെക്സ്റ്റ് ക്ലാസ്സിൽ ലോവർ ലിമിറ്റായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് എഴുതാവുന്നതാണ്. ഓക്കെ, സോ ആൻ ഇൻക്ലൂസീവ് method is one in which there is generally a difference between the upper limit of one class interval and the lower limit of the other class interval. For example, 0 to 9, 10, 19, 20, 29 are inclusive classes because it includes 9, 19, 29, etc. On the other hand, an exclusive method is one in which there is generally no difference between the upper limit of one class interval and the lower limit of the other class interval. For example, 0 to 10, 10 to 20, 20 to 30 are examples of exclusive classes because 10, 20, 30 are not included in the classes where these are upper limit. അതായത് 10ഉം 20ഉം 30 ഒക്കെ അപ്പർ ക്ലാസ് ആയിട്ട് വരുന്നതിൽ എന്താവുന്നില്ല, ആ ഒരു വാല്യൂ ഇൻക്ലൂഡഡ് ആവുന്നില്ല. അത് നെക്സ്റ്റ് ക്ലാസ്സിലെ ലോവർ ലിമിറ്റിൽ വരുമ്പോഴാണ് ആ വാല്യൂ അതിൽ ഇൻക്ലൂഡഡ് ആവുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻക്ലൂസീവ് ക്ലാസ്സും എക്സ്ക്ലൂസീവ്. അപ്പോൾ ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറയുമ്പോൾ 0 to 9, അതുപോലെ 10, 19 ഇത് നോക്കുകയാണെങ്കിൽ ഒരു ക്ലാസ്സിൻ്റെ അപ്പറും അടുത്ത ക്ലാസ്സിൻ്റെ ലോവറും തമ്മിൽ എന്ത് വരുന്നുണ്ട്, ഡിഫറൻസ് ഉണ്ട്, രണ്ടും ഒന്നല്ല. എന്നാൽ എക്സ്ക്ലൂസീവ് ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ 0 to 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 അടുത്ത ക്ലാസ്സിൻ്റെ എന്താവുന്നുണ്ട്, ലോവർ ക്ലാസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ഡിഫറൻസ് ഉണ്ടോ? മനസ്സിലായോ? മറ്റേതിൽ ഡിഫറൻസ് ഇല്ല, ഡിഫറൻസ് ഉണ്ട്, ഇതിൽ ഡിഫറൻസ് ഇല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് പഠിച്ച് വയ്ക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻക്ലൂസീവും എക്സ്ക്ലൂസീവും. ഈ ഒരു സെഷനിൽ, അതായത് ഈ ഒരു 3 മാർക്കിൻ്റെ സെഷനിൽ നമുക്ക് അവസാനത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ലിസ്റ്റ് 3 ഒരു ബാർ ഡയഗ്രാം വരയ്ക്കാനുണ്ട്. വളരെ സിമ്പിളാണ്. നമുക്ക് ABC എന്ന് പറഞ്ഞിട്ട് എന്ത് തന്നിട്ടുണ്ട്, 3 പോയിൻ്റുകൾ തന്നിട്ടുണ്ട്, ABC എന്ന് പറഞ്ഞിട്ട്. പിന്നെ വാല്യൂസ് തന്നിട്ടുള്ളത് 30, 50, 20 ആണ്. അപ്പം നമ്മൾ 0 to 10, 20 ആ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 20, 30, 40, 50 എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ ബാർ ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ ബാർ ഡയഗ്രാം. അതിൻ്റെ മുഴുവൻ മാർക്കും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. ബാർ ഡയഗ്രത്തിൻ്റെ മാർക്കൊന്നും നമുക്ക് നഷ്ടപ്പെടാനേ പാടില്ല. ഓക്കെ, നമ്മളിപ്പോൾ വരയ്ക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് 0 മുതൽ 50 വരെ വാല്യൂ വരുന്ന രീതിയിൽ 10, 20, 30, 40 ആ രീതിയിൽ എടുത്തിട്ട് ആദ്യത്തേത് എ എത്രയാണ് വാല്യൂ വരുന്നത്, എയുടെ വാല്യൂ വരുന്നത് 30 ആണ്. 30, 50, 20 എന്നുള്ള രീതിയിലാണ് വാല്യൂസ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തേത് എത്രയാണ്, 30 ആണ്, അതിൻ്റേത് വരയ്ക്കുന്നു. പിന്നെ ബി 20 ആണ്, അതിൻ്റെ വാല്യൂ വരയ്ക്കുന്നു. പിന്നെ 50. ഇതത്ര വൃത്തിയായിട്ടില്ല. നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് വളരെ വൃത്തിയായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ മാർക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ബാർ ഡയഗ്രാം നല്ല രീതിയിൽ തന്നെ വരയ്ക്കുക. ആൻഡ് ഇതിലെ ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസ്റ്റ് 3 ഏരിയാസ് ഓഫ് അഗ്രികൾച്ചറൽ ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് കാർഷിക വൈവിധ്യവൽക്കരണത്തിൻ്റെ എന്ത് ചെയ്യാനാണ്, 3 ഏരിയാസ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം, അതിന് എക്സാമ്പിളായിട്ട് ഹോർട്ടിക്കൾച്ചർ പറയാം, ഡയറി പറയാം, പോൾട്രി ഫാമിംഗ് പറയാം, ഫിഷറീസ് സെക്ടേഴ്സൊക്കെ അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ്. ഡൈവേഴ്സിഫിക്കേഷൻ, അഗ്രികൾച്ചറൽ ഡൈവേഴ്സിഫിക്കേഷന് എക്സാമ്പിളായിട്ട് ഹോർട്ടിക്കൾച്ചർ, ഡയറി, പോൾട്രി ആൻഡ് ഫിഷറീസ് സെക്ടേഴ്സൊക്കെ പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 3 മാർക്കിന് എക്കണോമിക്സിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്